ഹൃദയം സ്നേഹത്തിൻ്റെ പൂങ്കാവനമായി മാറട്ടെ. എല്ലാ കൂട്ടുകാർക്കും നന്മയും സ്നേഹവും നിറഞ്ഞൊരു നല്ല സുദിനം ആശംസിക്കുന്നു. ഇറ്റ്സ് മീ നീതു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ബിറ്റ്വീൻ സെൽഫ് ക്രിറ്റിസിസം ആൻഡ് സെൽഫ് അപ്രിസിയേഷൻ. സ്വയം വിമർശനവും അഭിനന്ദനങ്ങളും. കുട്ടിക്കാലത്ത് നമുക്ക് തെറ്റുകൾ പറ്റിയാൽ തിരുത്തിത്തരാൻ വീട്ടിൽ മാതാപിതാക്കളും സ്കൂളിലാണെങ്കിൽ അധ്യാപകരും ഉണ്ടാകുമല്ലോ. നമ്മളൊന്ന് വീണുപോയാൽ വാരിയെടുക്കാൻ, കണ്ണുനീർ തുടക്കാൻ നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്നാൽ നമ്മൾ പ്രായപൂർത്തിയായവർ എന്ന നിലയിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവിടെ തിരുത്തിത്തരാൻ ആരും ഉണ്ടാവില്ല. അവിടെ നമ്മളെ സമാശ്വസിപ്പിക്കാനും മാർഗനിർദ്ദേശങ്ങൾ തരാനും നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പറയാറില്ലേ, ജീവിതത്തിൽ എല്ലാവരും തനിച്ചാണ്, എല്ലാ കാലത്തും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നത്. സ്ഥിരമായ വ്യക്തിത്വത്തിലേക്കോ സ്വഭാവ വൈകല്യങ്ങളിലേക്കോ തെറ്റുകൾ ആരോപിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന മാനസിക ശീലമാണ് സ്വയം വിമർശനം എന്നത്. മാനസിക വിമർശനം നമ്മെ ഉന്നതിയിലേക്ക് എത്തിക്കും. മാനസിക വിമർശനം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സെൽഫ് ക്രിറ്റിസിസം തന്നെയാണ് കേട്ടോ. അത് ആരോഗ്യപരമാണെങ്കിൽ അത് നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ കഴിഞ്ഞ മാസത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 43 ലക്ഷമായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ എനിക്ക് 40 ലക്ഷം മാത്രമേ ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. അതെൻ്റെ അശ്രദ്ധ കൊണ്ടാണ് സംഭവിച്ചത്. പക്ഷെ അതിനുള്ള കാരണം എന്തായിരുന്നു? എനിക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനോട് ശരിയായ രീതിയിൽ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ സാധിച്ചില്ല. എൻ്റെ കച്ചവട സമീപനത്തിൽ പുതിയ രീതികൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് അടുത്ത മാസം ഞാൻ എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിനെ സെറ്റാക്കി ക്രിറ്റിസിസത്തിലൂടെ ഞാൻ അതിനെ പ്രൊഡക്റ്റീവിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവിടെ എനിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. സ്വയം ക്രിറ്റിസിസം നെഗറ്റീവായ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളെ അത് ഡൗൺ ആക്കും. ചിലപ്പോൾ അത് നമ്മെ ഡിപ്രഷനിലേക്ക് നയിക്കാൻ തന്നെ കാരണമാവും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ, പ്രത്യേകിച്ച് മോശം പ്രശ്നങ്ങളുടെ കാരണക്കാരനായിരിക്കുമല്ലോ. അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം നാമാണ് എന്ന് ചിന്തിച്ചാൽ അവിടെ നമ്മൾ അവസാനിക്കുകയാണ്. എന്താണ് സെൽഫ് അപ്രിസിയേഷൻ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ അപ്രിസിയേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മളിൽ സെൽഫ് ലവും അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് SLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടുന്നു. ഒരുപാട് വ്യക്തികൾ ഓൺലൈനായും ഓഫ്ലൈനായും എന്നെ അഭിനന്ദിക്കും. അത് സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്നെ തന്നെ നോക്കി ഞാൻ എന്നെ അപ്രിസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ ഞാൻ കണ്ണാടി നോക്കി പറയാറുണ്ട്, നീതു, നീ ഒരു സംഭവമാണ് കേട്ടോ, നീ വേറെ ലെവലാണ് കേട്ടോ, നിന്നെക്കൊണ്ട് വയ്യ. അപ്പം നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് അനിർവചനീയമാണ്. നമുക്ക് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പുണ്ടായാൽ മാത്രമേ നമുക്കവിടെ സെൽഫ് അപ്രിസിയേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. സ്വയം വിമർശനവും സ്വയം അഭിനന്ദനവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അതിനെ ജീവിതത്തിൻ്റെ പോസിറ്റീവായ വശത്തിലൂടെ കാണണോ നെഗറ്റീവായ വീക്ഷണകോണിലൂടെ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സമയങ്ങൾ കഠിനമായിരിക്കുമ്പോൾ എന്തിനോടും വിലമതിപ്പ് കണ്ടെത്തുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ അത്ര നല്ലതല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് അനിവാര്യമായി മാറുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വയം എങ്ങനെ വിലമതിക്കണമെന്ന് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത്. നിങ്ങളുടെ മൂല്യങ്ങളും അതുല്യമായ ഗുണങ്ങളും ഉൾക്കൊള്ളുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ക്ഷേമവും മൊത്തത്തിലുള്ള സന്തോഷവും അധികം വർദ്ധിപ്പിക്കും. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വയം വിമർശനത്തിലൂടെ നല്ല വ്യക്തിത്വത്തിന് ഉടമകളായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.